ആശാനെ ഈ വന്നതിന്റെ അന്ന് തൊട്ട് ഈ തൂക്കലും തുടപ്പും വാരലും ഒക്കെ തന്നെ. എനിക്ക് വണ്ടി പണിയാൻ ആഗ്രഹമുണ്ട്. എനിക്ക് എന്ന് വണ്ടി തരും? നീ ആദ്യം തന്ന ജോലി നാരാമണം ചെയ് കേട്ടാ. അതിന് ശേഷം നിനക്ക് വണ്ടിയൊക്കെ തരാം. ആശാനെ ഫോൺ ബെല്ലടിക്കണം. കേട്ടടാ. ഹലോ മക്കളാ, ഇങ്ങോട്ട് വരണ? ശരി ശരി, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ, ഞാൻ അവൻ്റെ അടുത്ത് പറയാം. ശരി മക്കളെ, വാ വാ. ആരാശാനെ വിളിച്ചേ? എന്റെ ചെറുമക്കളെ. പിങ്കിയാ? പിങ്കിയല്ല, റിങ്കി. റിങ്കി ചേച്ചിയാ? ഓ. എന്ത് വിളിച്ചേ? അവരിങ്ങോട്ട് വരണമെന്ന്. ഇങ്ങോട്ടാ? ഓ. പണി പാളിയല്ല. എന്തേ? അത് പിന്നെ നിനക്ക് നേരത്തെ അവരെ അറിയാം? അത് നേരത്തെ അറിയാമോന്ന് ചോദിച്ചാ ഞാൻ ആശാൻ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ഓ. ആശാനെ, ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരട്ടാ. എന്തിന്? അത് റിങ്കി ചേച്ചി പോയിട്ട് ഞാൻ തിരിച്ചു വരാം. അതെന്താടാ? അത് പിന്നെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുള്ള വീട്ടിലെ അന്യപുരുഷനായ ഞാൻ അങ്ങനെ നിക്കും. പുരുഷനാ? നീയാ? ഓ. ഇവിടുന്ന് പോയാ ആ പോക്ക് പൊയ്ക്കോണം. മേലാൽ പണി വേണമെന്ന് ഇങ്ങോട്ട് വന്നു പോയി പറഞ്ഞില്ലാണോ? റിങ്കി ചേച്ചി എങ്ങാനും എന്നെ കണ്ട മൊത്തം പണി പാടും. കിളവനാണെങ്കിൽ പെയ്യാ പിന്നെ തിരിച്ചു വരണ്ടെന്നാണ് പറയണത്. എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണം. ചുമ്മാ പുളുവടിക്കാടെ. നീ എൻ്റെ അടുത്ത് പറഞ്ഞൊന്നുമില്ല. അതൊക്കെ നിന്റെ തോന്നല്ലോ. നീ വിചാരിക്കും നീ എല്ലാം എൻ്റെ അടുത്ത് പറയണമെന്ന്. കറക്റ്റാ. ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കണം നിന്റെ കാര്യം പറയണമെങ്കിൽ. അയ്യോ, നീ വലിയ ശില്പാ റാണി. മക്കളെ, ഞാൻ വിളിക്കാമേ, ഞാൻ വിളിക്കാം. എന്താ വെച്ചാൽ ഞാൻ ഒരു ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ അതിന്റെ ഇടയിൽ സംസാരിച്ച് ഞാൻ അങ്ങനെ കേൾക്കും. അവള് വിളിച്ചിരുന്നു. അവള് വിളിച്ചിരുന്നെന്ന്. ആര്? അല്ല, അവളെ ശബ്ദം എനിക്ക് പേര് ഞാൻ മറന്നുപോയി. അവള് വിളിച്ചിരുന്നു കേട്ടാ. അച്ഛാ, എന്തിനാ കാര്യം? എന്തിനാണ് കാര്യം? എന്ത് ഇങ്ങോട്ട് വരണമെന്നാ, നിന്നെ കാണണമെന്നാ. എന്നെ കാണണമെന്നാ? എനിക്ക് ആരെ അറിഞ്ഞു? അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞു. ചുമ്മാ അച്ഛൻ. ചുമ്മാ ഞാൻ ഉള്ള സത്യമാണ് പറയണത്. അവൾ ഇവിടെ വരുമെന്നാ, നിന്നെ കാണണമെന്നാ. എനിക്ക് ഹാർട്ട് ബീറ്റ് കൂടണം. അച്ഛൻ ഒന്ന് പറഞ്ഞ ഇത് ആരെന്ന് ആലോചിച്ച് പറ. ആരെന്ന് ആലോചിക്കാന്ന് പറഞ്ഞപ്പോ ഞാനിപ്പോ ഇവിടെ നിന്നിട്ട് അവള് പറഞ്ഞ പേര് മറന്നു പോയല്ലേ മക്കളെ. പിന്നെ എന്തിനാ അച്ഛൻ സംസാരിച്ചു? പിന്നെ എന്റെ അടുത്ത് പറഞ്ഞത് വിളിച്ചെന്ന് പെട്ടെന്ന് വന്ന് പറയാൻ വേണ്ടി വന്നതല്ലേ. ഇളയതൊന്നും പറഞ്ഞോണ്ട് പേരെന്തരും? ആരാ മൂത്ത മോളച്ച? അച്ഛ ആരെ കാര്യം പറയണത്? അവളല്ലേ വിളിച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവളെ ശബ്ദം. നോക്ക്, മൂത്ത മോള് മുക്കുള്ള, പിന്നെ ഇളയത് എന്റെ ഇളയത് അറിഞ്ഞൂടെ? എനിക്ക് അറിഞ്ഞൂടാ. പേരും മറന്നു പോയല്ലേ. വായി കൊള്ളാത്ത പേരുകൾ. ആദ്യമായിട്ട് സംസാരിക്കണതാ. ആദ്യമായിട്ട് ഇവരുടെ ശബ്ദം കേട്ട മനസ്സിലായി. അവള് പറഞ്ഞ അപ്പൊ പറഞ്ഞ കാര്യം. അയ്യോ പാമ്പേ, ആരോ വിളിച്ചു കൂവണത്? ആര് വിളിച്ചു കൂവണത്? പാമ്പ് എവിടെ എവിടെ? പാമ്പണ്ണ അകത്തൊരു മൊണ്ണം പാമ്പ് കയറിപ്പോണ്ണ. അകത്തെ മൊണ്ണം പാമ്പ്? ഓ, അതിന്റെ അകത്ത്? വീട്ടിനകത്ത്. എന്റെ വാൽ ഇത്ര ഉണ്ടെണ്ണ. അണ്ണ അകത്ത് പോവല്ലേ? എടാ, എന്റെ ഭാര്യ അകത്തേക്കല്ലേ. നമുക്ക് ചേച്ചിയെ കയറി കെട്ടി ഇറക്കിയാ പോരാ അണ്ണ? കയറായിട്ട് ഇറക്കാമോ? പാടാ. അച്ഛത്തിൽ പോയി നോക്കി. അല്ല പിന്നെ നോക്കണ്ടേ? നോക്കണ്ടേ? നമ്മൾ നോക്കി ചിന്നു വിളിക്കാടാ. വിളിച്ച പാമ്പ് വന്നു കൊത്തും. വന്നു കൊത്തു? ആ. റിങ്കി ചേച്ചി പെട്ടല്ല, എവിടെയെങ്കിലും പോയി വിളിക്കാം. അച്ഛൻ മോളിൽ പോയി നോക്ക്. പാമ്പുകൾക്ക് ഇച്ചിരി ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നുണ്ട്. ആര്? ആൾക്കാർ പറയുന്നത് അങ്ങനെയാണ്. നോക്ക്, അത് കേട്ടുകഴിഞ്ഞുണ്ടല്ലേ ഇങ്ങനെ ടാറ്റ കാണിക്കുന്നത്? ടാറ്റ കാണിക്കാനല്ല, പാമ്പ്
ഇങ്ങനെ പോണി ഇങ്ങനെ വന്ന് നീക്കി ഒറ്റ പൊട്ട്. പേടിപ്പിക്കാനായിട്ട്. എടാ അതുകൊണ്ട് ശബ്ദം കൂട്ടാതെ വാ. അച്ഛൻ പോയി നോക്ക്, ഞാൻ ബാക്കിന്ന് വരാം. വേണ്ട നീ കൂടെ വാ. വാടാ നോക്കാം. മോളിൽ പോയി നോക്കണോ? വാ മോളിൽ പോയി നോക്കണം. അച്ഛൻ മുകളിൽ നോക്ക്, ഞാൻ താഴെ നോക്കാം. അയ്യോ വേണ്ട വേണ്ട, നമുക്ക് എന്തെങ്കിലും ഒത്തു നോക്കാം. വാ വാടാ. ഏയ്, വാടാ. എന്തിനൊക്കെ സൗണ്ട് കേൾക്കണ അച്ഛാ, ഞാൻ പറഞ്ഞില്ല. സൗണ്ടില്ല, നീ താഴെ വന്നാൽ മതി. വാ വാ. അച്ഛാ എനിക്കതെ എനിക്ക് അത്ര പ്രായമൊന്നും ആയില്ലല്ലോ. നീ പ്രായമില്ല കാര്യമൊന്നും നീ അറിയണ്ട. ഏഹ് പ്രായം എന്നെ കുത്തിക്കൊണ്ടിട്ടുണ്ട പാമ്പ്. അച്ഛനെ കൊത്തി ഞാൻ എടുത്തോണ്ട് പോകും ആശുപത്രി. എന്നാ കൊത്തി ആരെടുത്തോണ്ട് പോകും? ഞാൻ എടുത്തോണ്ട് പോകും. വാ മക്കളെ. ഡേയ്, പാമ്പ് എന്തൊരു അനക്കം കേട്ട്, ഏ, എന്തൊരു അനക്കം ഞാൻ കണ്ട്. നീ പോയി എല്ലാം കൂടെ പേടിപ്പെടുത്താണ്. വാടാ. ഡേയ്, വാ. ഞാൻ പിടിക്കുന്നുണ്ട് മരെ. മക്കളെ മക്കളെ ഇല്ല ഇല്ല നീ പോ, ഞാൻ പറക്കുന്നു. അച്ഛൻ ഒന്ന് പോ, അച്ഛൻ സംസാരിച്ചോണ്ടി. ആ അച്ഛാ, അമ്മയായിരുന്നാ? ആ ഞാൻ എത്തി. എന്തോ ഫോണോ? അതെനിക്കെങ്ങനെ അറിയാം? അമ്മ ഞാൻ എടുത്തില്ല അമ്മ. ഇല്ലെന്ന്. എന്റെ ബാഗിൽ കുറച്ച് ബുക്സും ഡ്രസ്സും മാത്രമേ ഉള്ളൂ. എനിക്കെന്തിനാ അമ്മയുടെ ഫോൺ? ഓ ശരി ശരി ശരി, ഞാൻ നോക്കാം. ഒന്ന് ഹോൾഡ് ചെയ്. ആ ഹലോ അമ്മ. അമ്മ ഒരു കാര്യം ചെയ്യാം, അച്ഛന്റെ ഫോൺ കൈ ഇരിക്കുകയല്ലേ, അതിലോട്ടൊന്ന് വിളിച്ചു നോക്കൂടെ? ഓ അതിനും വയ്യ. ശരി ഞാൻ നോക്കുന്നുണ്ട്. ഏയ് ഇതിന്റെ അകത്തൊന്നും ഇല്ല അമ്മ. കിട്ടിയാ? ആ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുത്തില്ല എന്ന്. എന്ത് കണ്ടില്ലെങ്കിൽ എന്നെ പറഞ്ഞോളാം. ആ ശരി ശരി ശരി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചെന്നു മുകളിൽ ഇല്ലെന്ന്. അച്ഛാ ഒരുമാതിരി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശബ്ദം ഉണ്ടാകില്ല. ചെന്നു അച്ഛന് ഭ്രാന്താ. ടെൻഷൻ കുത്തി ഞാൻ വിളിച്ചു മക്കളെ. എന്റെ ഭാര്യയെ തപ്പാനായിട്ട് ഞാൻ വരാം. ഞാൻ വരൂല്ലേ? ആ മക്കളെ ഇങ്ങോട്ടേക്ക് പോയിക്കോളാം. വാടാ, ഈ അച്ഛൻ്റെ കൂടെ വാടാ. വാ വാ. ഓ ഇവിടെ ആരും ഇല്ലേ? ഉച്ച എനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ആഹാ, രണ്ടെണ്ണം കൂടി പൊമ്മി പുഴുങ്ങി എങ്ങോട്ടാണ് പോകുന്നത്? അപ്പച്ചയെ പേടിപ്പിക്കാനായിരിക്കും. കാണിച്ചു തരാം. പാമ്പ് ചാടി കൊത്തും. ഒരാളെ പയ്യെ വിളിക്കാനുള്ള ട്രിക്ക് എനിക്കാനുള്ള. അച്ഛൻ തന്നെ വിളി. പേടിച്ചല്ലേ? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോഴേ അപ്പച്ചി രണ്ടും കൂടി ഒളിച്ച് ഇങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പച്ചിയെ പേടിപ്പിക്കാനായിട്ട്. ഓഹോ പതുക്കെ പറടി. എന്ത് എന്തോന്ന് ഇവിടെ നടക്കണേ? പാമ്പന്ന്. ഓഹോ, രാവിലെ തന്നെ അടിച്ച് പാമ്പായിട്ട് വന്നേക്കാണല്ലേ അപ്പു? അതല്ലെന്ന്, ഒറിജിനൽ പാമ്പന്ന്. ഇങ്ങോട്ട് എഴഞ്ഞു കയറിയെന്ന്. ഇങ്ങോട്ട് ഞാൻ പിടിപ്പിക്കാനായിട്ട്. അച്ഛാ
ഇത് അയ്യോ അച്ഛാ അച്ഛാ മാമന് എന്തോന്ന് പറ്റി? അച്ഛാ അപ്പോ നീ അപ്പോ ഒറ്റ ഇടിച്ചതാണല്ലോ നീ ഒറ്റ എടുത്താണ് അത് ഞാൻ അറിഞ്ഞ എങ്ങനെയൊക്കെ വരുമെന്ന്. അച്ഛനെ വല്ലതും പറ്റിയോണ്ടോ നിന്നെ തട്ടിക്കൊടു. അച്ഛാ 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 ശ്വാസം ഉണ്ട് കേട്ടോ. പാമ്പ് കടിച്ചാറില്ലേ? പാമ്പൊന്നും കടിച്ചില്ല താ നിൽക്കുന്ന അവള്. ആ കണ്ട ഈ കഴുത പേടിപ്പിച്ച. മക്കളെ നീ എപ്പോ വന്നേ? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ അപ്പോ. ആ, അകത്ത് പാമ്പുണ്ടെന്ന് പറഞ്ഞ സത്യം തന്നെ. സത്യം തന്നെ എന്നാ. പാമ്പ് അകത്തോട്ട് കയറി പോണത് ഇവിടെ ഇങ്ങനെ വയ്യാൻ കണ്ടതല്ലേ. ഏത് പയ്യൻ? ഈ വർച്ചാപ്പി ഇരിക്കണ കൊച്ചാപ്പിയെ അതിന്റെ പേര് കൊച്ചാപ്പി അതാര്? ലുട്ടാപ്പിയ എന്താണ്? എനിക്ക് മനസ്സിലായി എവിടെ ചെറുക്കെ ഓ ഇപ്പൊ പേരാണോ പ്രശ്നം? നിങ്ങൾ രണ്ടും കൂടെ പാമ്പിനെ ഇറക്കാൻ നോക്ക് പുറത്ത്. എനിക്ക് വയ്യ എനിക്ക് പാടി നീ പാടി വിടുന്നു. അയ്യേ ജസ്റ്റ് അവിടെ തന്നെ അപ്പച്ച കെട്ടിയിരിക്കണത്. ശ്ശെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ ഒരു ഐഡിയ പറയട്ടാ. നമുക്ക് വാവ സുരേഷിനെ വിളിച്ചാലോ? പിന്നെ വാവ സുരേഷ് നമ്മളെ മാമീരെ മോനെയുണ്ട് കറക്റ്റ് അങ്ങ് വരും. അങ്ങനെയൊക്കെ വരുമ്പോ താമസിക്കും. അങ്ങനെ ബിസിയാണ്. ഞാൻ ഒരു ഐഡിയ പറയാം. ഈ പണ്ടൊക്കെ പാമ്പ് വീട്ടിനകത്ത് കയറിയ ഉണ്ടല്ലേ, വെളുത്തുള്ളി ചതച്ച് ചാറ് ചുറ്റാകം അവിടെ ഇവിടെ തളിക്കും. ഇതിന്റെ മണം കേൾക്കുമ്പം അകത്ത് കയറിയ പാമ്പ് പുറത്തു പോകും. ഈയടാ അത് ചതക്കാൻ ഞാൻ അകത്തോട്ട് പോകണ്ടേ? അതിനെന്ത് കുഴപ്പം? നിന്റെ കയ്യിൽ വെളുത്തുള്ളി ചാറ് ഇരിക്കല്ലേ. പാമ്പ് കൊത്താൻ വരണമെങ്കിൽ ഇങ്ങനെ തെളിച്ചു കൊടുത്താൽ മതി, അത് പോവും. ഇത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാ പിടിക്കാം ബാ ബാ. ശരി. അത് നീ ആ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മാമനും മരുമോളും കൂടെ ചെന്ന് കയറി കൊടുക്കും. പിന്നെ ഒരു കാര്യം, ചെറിയ അട്ട കണ്ടാ ഉണ്ടല്ലോ ലോ ഞാൻ പിടിക്കും പാമ്പിനെ തന്നെ. ഓ. അപ്പൊ നീ പോയി പിടിച്ച് തോളിട്ടുണ്ടോ? തോളത്തല്ല ഞാൻ തലമുടിയും കെട്ടിക്കൊണ്ട് വരും. ആ മക്കളെ നീ കൂടെ വാ, എന്തിന്? പാമ്പിനെ പുറത്താക്കാൻ വാ. ആ ചെന്ന് കയറി കൊടു. വാ മക്കളെ, രണ്ട് ഫാമിലി കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു പാമ്പിനെ പിടിക്കാൻ മറ്റൊരു പാമ്പിനെ പറ്റൂ. നീ നോക്ക, നീ ഞാൻ നോക്കല്ലേ. ഇറുക്കി ഞാൻ ഇവിടെ ഇങ്ങോട്ട്. ഓ ആ അല്ലാത്ത മണം. മണം കണ്ട? മണം എങ്ങനെ കാണാൻ പറ്റും മാമ? അല്ല മണം കേട്ട? മണം കേൾക്കാനും പറ്റുമോ? മാമന് വട്ടാണെന്നോ? നീ ചുമ്മാ ഇരി. ആ അതെ. ഇടി ഞാൻ നിന്നെ വിളിച്ചത് പാമ്പ് പറഞ്ഞാ നോക്കിക്കോളാം. അതല്ലേ നോയിക്കൊണ്ടിരിക്കണ അപ്പു. ആ. അപ്പു ആ? ഈ പാമ്പിനെ വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമല്ലെന്ന് അപ്പുവിനെ എങ്ങനെ അറിയാം? എന്ന് പണ്ടുള്ളവര് പറഞ്ഞ കേട്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അല്ല എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ വെറുതെയാണ് ഈ ഐഡിയ ഒക്കെ കൊണ്ടുവന്നേക്കണം. നിങ്ങളിങ്ങനെ ഓരോ ചോദിച്ചുകൊണ്ടിരുന്ന വല്ലതും നടക്കൂ. ഇതൊക്കെ അറിയാമെങ്കിൽ ഞാൻ ഈ വർഷാപ്പ് ഇട്ടുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമുണ്ടാ? വേറെ എന്തെങ്കിലും പണി നോക്കൂലേ? എനിക്കറിയാം ഈ വെളുത്തുള്ളി തെളിക്കുന്നത് മാമ ഇറങ്ങിപ്പോ ഇവിടെ. ആ ആമറങ്ങി പോവും. നീ ഒരു കാര്യം ചെയ്യും, ചോദ്യങ്ങളെ ചോദിക്കാതെ കരയ്ക്ക് തളിച്ചോളാം. പരിപാടി പറ്റുണ്ടോ? ഓ ശരി മാമ. എന്തേലും വെച്ചാലും സംശയങ്ങൾ തന്നെ. ആ മതി മതി, കൊള്ളാം, മതി മതി. ഇനി കൊള്ളേനെ കൊണ്ടുപോയി തളിക്കാൻ മതി. ആ അത് തന്നെ കണ്ട. അപ്പം നിന്റെ മുഖം പോയ പോക്ക് കണ്ട, ഇതേപോലെ പാമ്പിന്റെയും മുഖം പോകുമായിരിക്കും. ആ ഇങ്ങോട്ട് ഇത് അവിടേക്ക് വിത്ത്. ആ അടുത്തും ശേഖരം കളിക്കണം. അവിടെ ഒന്നും ഇല്ല, നീ പേടിപ്പെടുത്താതെ. കളിക്കണോ? കളിക്കണോ? നോക്കണ്ട, പയ്യെ പെട്ടെന്ന് കൂടെ തെളിച്ചു പോയി. ഞാൻ പാമ്പോലും ഇളകി വരണണ്ടാ നോക്കിക്കോളാം കേട്ടാ. ഈ അപ്പു ഇതുപോലെ വരുമ്പോ ഇങ്ങനെ ഞാൻ തളച്ചു കൊടുത്താൽ നോക്കിക്കോളാം. നിങ്ങൾ അതൊന്നും പടി, നിങ്ങൾ തളിച്ചങ്ങ് പോയാ മതി. ആ ഞാൻ പാമ്പ് വരണത് ഞാൻ നോക്കിക്കോളാം. ഓട്ടെ, നീ തിരിഞ്ഞു നോക്കാടി. കുഴപ്പമില്ല, ഇവിടെ ഒന്നും രണ്ട് മണം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവല്ലോ. പോട്ട് കളന്നു പോയാ. ആ മക്കളെ ഇത്രയും കൂടെ തീർന്ന മതി. ചുറ്റാതെ അതൊന്നും കംപ്ലീറ്റ് തളിച്ചു. പോട്ട് പോട്ട്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ അത് തന്നെ അത് തന്നെ. ആ ഇവിടെ
അതെ പോട്ട് പോട്ട്. അവിടെ 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 അയ്യോ പാമ്പല്ല പൂ അട്ട ആ അട്ടേ ഉണ്ട്. അതും പൊക്കോളും. ആ അതൊന്നും പൊട്ടി. ആ ആ ആ എന്നെ അകത്ത് ഒന്ന് തിളച്ചാ ജനലിന്റെ അകത്ത് കളിക്കാൻ പറഞ്ഞു. ഇത്ര പേടിത്തുണിയായ. ആ അതെ അതെ മതി 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 മതി. ആ ഓ പോട്ട്. തളിച്ച് എല്ലാ സ്ഥലത്തും തളിച്ച്. ഓ ഹൂ. എന്തായി? അല്ല സാധാരണ ഇത് തളിച്ച പാമ്പ് പുറത്ത് വരേണ്ടതാണ്. വരണ്ടാണ്. ഈ പാമ്പ് എന്ത് പുറത്ത് വരാത്തത്? വന്നില്ലല്ലേ? ആ, ഇല്ല. സംഭവം എന്തെന്ന് പറയട്ടാ? ആ. പാളി ഐഡിയ പാളി. ഞാൻ ഒരു ഐഡിയ പറയാം. എന്താ ഐഡിയ? പോയക്കണം. പോയിക്കാനാ? ഓ അതായത് കുന്തിരിക്കോ വൈക്കോ എല്ലാം കൂടെ ഇട്ട് കത്തിച്ച് വീടിനകത്ത് കംപ്ലീറ്റ് പുകയാക്കണം. പുക കണ്ട ഏത് പാമ്പ് വെളി വരും. കൊള്ളാൻ തോന്നും. ആ ഇനി പോയി ചെയ്ത് നോക്ക്. അതൊക്കെ ഞാൻ ചെയ്യാം. കമോൺ. കമോണ് എന്തിന്? എന്തിനാ എല്ലാരും കൂടെ പോയി കത്തിക്കാം. എല്ലാരും കൂടെ പോണേ എന്തിനാ? ഒരാൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പാടില്ല. അയ്യേ പിന്നെ ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് ഭ്രാന്തല്ലേ? പോയി കത്തിക്കറാമേട്ടാ. എന്തോന്ന് കാണാൻ? ഞാൻ ഇല്ല. നിങ്ങൾ വരണ എടുത്തോണ്ട തന്നെ കഷ്ടം. രാത്രി എല്ലാരും കൂടെ അകത്ത് കിടക്കണോ? ആ വേണം. ആ എന്നാ വാ എല്ലാരും കൂടെ പോയി കത്തിക്കാം. ഞാൻ ഒറ്റയ്ക്കൊന്നും ഇല്ല. ഞാൻ വരാം. വാ, വാ, പോവാം, പോവാം, പോവാം. നടക്ക് നടക്ക്. വാ. ആ ഇറങ്ങി ആ നീ പോയി ചേർട്ടെടു. ഇവിടെ ഒന്നും കണ്ടില്ലല്ലേ? ഇവിടെ ഒന്നും ഇല്ല. ശ്ശെ, എവിടെ പോയി? കണ്ട കണ്ട അതല്ലെന്ന് എല്ലാരും കണ്ണ് കണ്ട കണ്ണ് കളിയില്ലേ? ഇതുപോലെ പാമ്പും കണ്ണ് തള്ളി ഇറങ്ങിപ്പോവും. തള്ളും തള്ളും. ശ്ശടാ. നീ അങ്ങോട്ട് എവിടെ പോണു? അല്ല മേളത്തെ ബെഡ്റൂമില്ലേ അവിടെ പാമ്പ് പോലെ കയറി ഇരിക്കുകയാണെങ്കിലോ? ഓ പാമ്പ് ബെഡ്റൂമിൽ പോയിട്ട് എ സി കിട്ട് പോസ്റ്റ് കിടക്കാൻ പോണം. എടി പാമ്പ് പോലെ മൂലയിലേ കയറി ഇരിക്കുള്ളൂ. മൂലയിലാണെങ്കിൽ കിച്ചണിലായിരിക്കും. അതിനുള്ള സ്പേസ് കിച്ചണിലാണുള്ളത്. എന്നാ കിച്ചണിലോട്ട് വാ പോവാം. വാ വാ വാ. ആ ഹേയ് ഇവിടെ ഒന്നുമില്ല. ഡേ ആ ഗ്യാസ് ഊറ്റിണ്ട് അവിടെ കാണാനില്ല. ഗ്യാസ് കുറ്റി. പിടിച്ച് തള്ളാണ്. റിങ്കി പാമ്പ് ചുമക്കുന്നു. പാമ്പ് ചുമക്കാനാ? അല്ല ആരും ചുമക്കുന്നു. ആരാണെങ്കിൽ ഇത്? ഉഫ്. ആരാണെന്ന് അറിഞ്ഞോ? ചവിട്ട് ചവിട്ട്. എവിടെ? അതാ ചുമ നോക്ക്. നോക്കല്ലേ? ഓ ഉയ്, എനിക്ക് വയ്യ. വാ. ഡേയ് ഡാ, കണ്ണാപ്പി നീ എന്താടാ ഇവിടെ? മക്കളെ നിനക്ക് പിന്നെ അറിയാമോ? എന്ത് ചോദ്യം അപ്പൊ ചോദിക്കുന്ന? എനിക്ക് അറിയാമോന്ന് ഇവനെ? ഇവനാണ് നമ്മുടെ പിങ്കിയുടെ പറയാൻ നടക്കുന്നവൻ. ഓഹോ അപ്പൊ നീ പിങ്കിയെ കാണാൻ വന്നാണല്ലടാ? ഓ അതൊക്കെ പിന്നെ സംസാരിക്കാൻ. നിങ്ങൾ പാമ്പിനെ പിടി ആദ്യം. ഡാ, ഇഞ്ഞ് വാ, ഇഞ്ഞ് വാ. ഡാ, നീ അല്ലേ ഇവിടെ പാമ്പിനെ കണ്ടെന്ന് നിന്റെ ഇവിടെ പറഞ്ഞു. പാമ്പ് എവിടെ? പാമ്പ് ഇവിടെ 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 കാണിച്ചാടാ പാമ്പ് എവിടെ? സത്യം പറ. പാമ്പ് ഇവിടെ ഉണ്ടായിരുന്നു അണ്ണാ. എന്നിട്ട് അവിടെ ആ, എവിടെ? അത് ഞാൻ ചുമ്മാ പറഞ്ഞ പാമ്പ് ഇവിടെ ഇല്ല അണ്ണാ. പിന്നെ എന്താണ് നീ അങ്ങനെ പറഞ്ഞ? അത് ഞാൻ റിങ്കി ചേച്ചിയെ പേടിച്ച് പറഞ്ഞത്. എന്തിന് എന്തിന് പേടിച്ചവളെ? എന്തിനു മേടിച്ചു? പേടിച്ചത് പിങ്കിയെ കാണാൻ വന്നു. ഓ ആ, പാമ്പുണ്ടാ ഇല്ലേ? നീ ഒന്ന് പറ. പാമ്പ് ഇവിടെ ഇല്ല ചേച്ചി. കൂൾ ഡൗൺ കൂൾ ഡൗൺ. അത് ഞാൻ പിങ്കി ആത്മാർത്ഥം സ്നേഹിച്ച ഒരു തെറ്റ് മാത്രമേ ചെയ്തോളൂ അണ്ണാ. അയ്യ. ഓഹോ നിന്നെ കൊല്ലുകളാ ഞാൻ. ആത്മാർത്ഥത്തെ സ്നേഹിച്ച